ഡൽഹി മദ്യനയ അഴിമതിയിൽ കൂടുതൽ അറസ്റ്റുകൾക്ക് സാധ്യത. ഇഡി കസ്റ്റഡിയിൽ തുടരുന്ന അരവിന്ദ് കെജ്രിവാളിനെ ചോദ്യം ചെയ്യുന്നത് തുടരുന്നു. കെജ്രിവാളിന്റെ അറസ്റ്റിൽ ഇന്നും ആം ആദ്മി പ്രവർത്തകർ പ്രതിഷേധിക്കും. മദ്യനയ അഴിമതിയിൽ ആം ആദ്മി പാർട്ടിയുടെ കൂടുതൽ നേതാക്കളിലേക്ക് അന്വേഷണം എത്തിയിരിക്കുകയാണ്. പാർട്ടിയുടെ ഗോവ സംസ്ഥാന അധ്യക്ഷൻ അമിത് പലേക്കർ, ഗോവയുടെ ചുമതലയുള്ള ദീപക് സിംഗ്ല എന്നിവർക്ക് പുറമെ പാർട്ടി അധികാരത്തിലിരിക്കുന്ന പഞ്ചാബിലെ എക്സൈസ് കമ്മീഷണർ വരുൺ രൂജം എന്നിവരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം മുന്നോട്ടു പോകുന്നത്. അമിത് പലേക്കർ അടക്കം 2 പേരെ ഇഡി കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തിരുന്നു. പ്രാഥമിക ചോദ്യം ചെയ്യലിൽ 2021-22 പ്രചാരണ വേളയിലെ പാർട്ടിയുടെ ചെലവുകളുടെ വിശദാംശങ്ങളെക്കുറിച്ചും ഇഡി ചോദിച്ചു. കഴിഞ്ഞ 5 വർഷത്തെ ബാങ്ക് അക്കൗണ്ട് ഇടപാടുകളുടെ വിശദാംശങ്ങൾ നൽകാൻ നേതാക്കളോട് ആവശ്യപ്പെട്ടു. നേതാക്കളെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നാണ് വിവരം. ഇവരിൽ നിന്ന് ലഭിക്കുന്ന മറുപടി തൃപ്തികരമല്ലെങ്കിൽ അറസ്റ്റ് നടക്കാനും സാധ്യതയുണ്ട്. കസ്റ്റഡിയിലുള്ള ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഇഡി ചോദ്യം ചെയ്യൽ തുടരുകയാണ്. കേസിലെ മറ്റു പ്രതികളെ ഒപ്പമിരുത്തി കെജ്രിവാളിനെ ചോദ്യം ചെയ്യാനാണ് ഇഡിയുടെ അടുത്ത നീക്കം. അതേസമയം ചോദ്യങ്ങളോട് നിസ്സഹകരണം തുടരാനാണ് കെജ്രിവാളിന്റെ നീക്കം. ഡൽഹിയിലെ ഭരണ പ്രതിസന്ധി വിശദമാക്കുന്ന റിപ്പോർട്ട് ഉടൻ ലഫ്റ്റനന്റ് ഗവർണർ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകുന്നതിനും സാധ്യതയുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ കെജ്രിവാളിന്റെ അഭാവത്തിൽ ഭാര്യ സുനിത കെജ്രിവാൾ സജീവമാകും. മുഖ്യമന്ത്രിയെ മാറ്റേണ്ട സാഹചര്യം വന്നാൽ സുനിത മുഖ്യമന്ത്രി പദവിയിലേക്ക് എത്തുന്നതിനും സാധ്യതയുണ്ട്. ആം ആദ്മി പാർട്ടിയുടെ രാഷ്ട്രീയകാര്യ സമിതിയാകും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക. അമൃത ന്യൂസ്, ന്യൂഡൽഹി.